क्या नाम है आपका? नूर साबा खातून। अच्छा, ये स्कूल का नाम क्या है? राजकीय प्राथमिक विद्यालय बड़े टोलमाना। अच्छा, कौन से क्लास तक स्कूल है ये? 5। 5 तक। इस स्कूल में शौचालय है कि नहीं है बाबू? सर नहीं है। नहीं है। इस स्कूल में कंप्यूटर है कि नहीं है? सर नहीं है। इस स्कूल में बेंच है कि नहीं है? सर नहीं है। इस स्कूल में लाइट है कि नहीं है? सर नहीं है। लाइट भी नहीं है। इस स्कूल में पंखा है कि नहीं है बाबू? नहीं है। कुछ नहीं है। बस एक चट्टी है, उसी पे जो है बच्चे बैठ के जो है पढ़ाई करते हैं। 4 गो शिक्षक है, दोपहर में जो है घंटी बजता है, खिचड़ी खाते हैं, लेकिन ना पंखा है, ना शौचालय है, ना बेंच है, ना डेस्क है, ना लाइट का कोई व्यवस्था है, ना कंप्यूटर का कोई व्यवस्था है। अब जरा आप लोग ये बताइए कि इस सरकारी स्कूल में एक बच्चे के पीछे सरकार जो है 850 रुपया खर्चा कर रहा है, वो पैसा आखिर जा कहां रहा है? और क्या 850 रुपया खर्चा सही में इन बच्चों के लिए हो रहा है? और अगर हो रहा है तो इनका शौचालय कहां गया, इनका पंखा कहां गया, इनका बेंच कहां गया, इनका डेस्क कहां गया, इनका कंप्यूटर कहां गया? जरा ये बता दीजिए। और मैं सरकार से बोलना चाहता हूं कि सरकारी विद्यालयों को मजदूरी का जो है, मजदूरों का जो है, बच्चों के लिए फैक्ट्री आपने खोल दिया है कि मजदूर के बच्चे जो है फिर इसमें आके पढ़ेंगे और वो जाके भविष्य में मजदूर बनेंगे। तो इस व्यवस्थाओं को दुरुस्त कीजिए और हो सके तो इस स्कूल को जो है यहाँ से शिफ्ट करके जो है दूसरे जगह पे बना के इसमें लाइट का व्यवस्था, पंखा का व्यवस्था, शौचालय का व्यवस्था, कंप्यूटर का व्यवस्था, बेंच का व्यवस्था, डेस्क का व्यवस्था दीजिए। अच्छा, तुम लोगों के लिए कंप्यूटर होना चाहिए कि नहीं होना चाहिए? होना चाहिए सर। अच्छा, डेस्क होना चाहिए कि नहीं होना चाहिए? होना चाहिए। बेंच होना चाहिए कि नहीं होना चाहिए? होना चाहिए। अच्छा, शौचालय होना चाहिए कि नहीं होना चाहिए? सर होइए। होना चाहिए ना? पढ़ाई बढ़िया होना चाहिए कि नहीं होना चाहिए? होना चाहिए। अच्छा, लाइट होना चाहिए कि नहीं होना चाहिए? होना चाहिए। अच्छा, यहाँ पे जो है भवन होना चाहिए कि नहीं होना चाहिए? बढ़िया होना चाहिए ना? तो चलिए इस सिस्टम को दुरुस्त किया जाए। जय हिंद। രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങളും വലിയ വായിലുള്ള വർത്തമാനങ്ങളും ഒക്കെ പറയുന്നത് കേട്ടു. രാജ്യത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ പറയുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചകൾ വല്ലാതെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാഴ്ച അവൻ്റെ കണ്ണിൽ അവൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നെവർ എവർ എന്നുള്ളതായിരിക്കും മറുപടി, അല്ലേ? നമ്മുടെ നാട്ടിലെ ഒരു 99% വിദ്യാലയങ്ങളും വലിയ രീതിയിൽ, നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നരേന്ദ്രമോദി അവകാശപ്പെടുന്ന ഡിജിറ്റൽ ഇന്ത്യയിൽ വിദ്യാർത്ഥികൾക്ക് എന്തിനടോ ഒന്ന് ഇരുന്ന് പഠിക്കാൻ ഒരു ബെഞ്ചും ഡെസ്കും പോലുമില്ല. ഫാനും കമ്പ്യൂട്ടറൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു ബിൽഡിങ്ങിന് താഴെ ഇരുന്ന് പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളിൽ ഒന്ന് കയറി ഇരിക്കാൻ പോലുമുള്ള ഒരു സജ്ജീകരണമില്ലാത്ത രാജ്യത്തെ വിദ്യാലയങ്ങൾ. ഇപ്പോൾ ഈ വിദ്യാലയങ്ങൾ ഇത്തരത്തിൽ വളരെ ശോചനീയമായ ഒരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വാർത്ത ഇന്ന് ഈ പറയുന്ന CJP, കോക്രോച്ച് ജനതാ പാർട്ടി പുറത്തേക്ക് വിടുന്നത്. അവരിന്നൊരു വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ തന്നെ അവരൊരു 2ാം ഘട്ട സമരത്തിനൊരുങ്ങുകയാണ്. രാജ്യത്തെ വിദ്യാലയങ്ങളുടെ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും കാര്യക്ഷമമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി സ്കൂളുകളിൽ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക. വളരെ കൃത്യമാണ്, അജണ്ട കൃത്യമാണ്. എന്താണ് അജണ്ട എന്ന് പറയുന്നത്? അജണ്ട രാജ്യത്ത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക. വിദ്യാസമ്പന്നരാകരുത്. കാരണം എന്താ? വിദ്യാസമ്പന്നരായാൽ ഈ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ വാക്താക്കളാകാൻ അവരെ കിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് എങ്ങനെയൊക്കെ വിദ്യാർത്ഥികളെ പഠനം, ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സൗകര്യമുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ അവർക്ക് പോകാനൊരു മടിയുണ്ടാവും. അവിടെ എല്ലാ സൗകര്യങ്ങളും ഇല്ലാതെയാക്കിയിട്ട് ഒരു വിദ്യാർത്ഥി പഠിക്കാനുള്ള ഒരു മാനസിക അന്തരീക്ഷം പോലും ഇല്ലാതെയാക്കിയിട്ട് രാജ്യത്ത് വിദ്യാസമ്പന്നരല്ലാത്ത ഒരു കൂട്ടം ആളുകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ വിദ്യാലയങ്ങളെ തകർക്കുകയാണ് സംഘപരിവാർ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന പ്രൈമറി മേഖലകളിൽ നിന്ന്, അടിത്തട്ടിൽ നിന്ന്, ഗ്രാസ് റൂട്ടിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയെ വളരെ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് CJPയുടെ ഒരു വലിയ പ്രതിഷേധത്തിനുള്ള തുടക്കമാവുകയാണ്. അങ്ങനെ ഒരു തുടക്കം വരുമ്പോൾ സ്വാഭാവികമായിട്ടും
ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്ന നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു സമരം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അങ്കലാപ്പ് ഉണ്ടാക്കുന്നുണ്ട്, വല്ലാത്ത അസ്വസ്ഥതകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നുണ്ട്. ആ അസ്വസ്ഥതകൾ എന്താണ് നമ്മളോട് വിളിച്ചു പറയുന്നത്? അസ്വസ്ഥതകൾ വിളിച്ചു പറയുന്നത് ഇനിയും ഒരു സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ആ പ്രതിഫലനങ്ങൾ വലിയ അർത്ഥത്തിൽ BJPയെയും സംഘ് പരിവാറിനെയും പിടിച്ചുലക്കും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് ആദ്യം തന്നെ ഇന്ന് സ്വതന്ത്ര ദിനത്തിൽ എന്താണ് ഇവർ ചെയ്തത്? CJPയുടെ അക്കൗണ്ട് തന്നെ റിമൂവ് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. CJPയുടെ ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്തു. കാരണം എന്താ? ഈ പറയുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും തുടക്കമാകുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ സംഘ് പരിവാർ CJPയുടെ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്തു. ഇന്ന് രാവിലെ ചെയ്തതാ. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഇവർ ലക്ഷ്യമിടുന്നത് അടുത്ത ഒരു സമരം രാജ്യത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഭിജിത് ദിബ്കെ ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത ഒരു എക്സിലെ ഒരു ട്വീറ്റ് ഉണ്ട്. എന്താണ്? ദേ ടുക്ക് ഡൗൺ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഓഫ് കോക്രോച്ച് ജനതാ പാർട്ടി ബ്ലഡി കോവാർഡ്സ്. എന്തൊരു ഭീരുക്കളാണെന്നാണ് ചോദിക്കുന്നത്. ഭീരുത്വം ഇവരുടെയൊക്കെ DNA പണ്ട് മുതലേ ഉള്ളതാ. എന്ന് മുതലെന്ന് ചോദിച്ചാൽ ആൻഡമാൻ ജയിലിൽ കടന്ന് സംഘ് പരിവാറുകാരനായിട്ടുള്ള BD സവർക്കർ ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയത് തന്നെ ഒരു ഭീരുത്വമായിരുന്നു. ഭയത്തിൽ നിന്നാണ് കാല് നക്കാൻ സവർക്കറെ പ്രേരിപ്പിച്ച ഘടകം ഭയമായിരുന്നു. ആ DNA, ആ സവർക്കറുടെ DNA, ആ ഭയമെന്ന DNA ഇന്നും രാജ്യത്തെ സംഘ് പരിവാറുകാരുടെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭയം തന്നെയാണ് അന്ന് ബ്രിട്ടീഷുകാരൻ്റെ കാലാണ് നക്കിയതെങ്കിൽ കാലം കടന്നുപോയി ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ന് രാജ്യത്ത് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് തോന്നുന്നവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ റിമൂവ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തേ ലക്ഷ്യമിടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ പറയുന്ന വളരെ ന്യായമായ വിദ്യാർത്ഥികളുടെ അവകാശമാണ് ചോദിക്കുന്നത്. പഠിക്കാൻ രാജ്യത്ത് വളരെ കൃത്യമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകണം, സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള പണികൾ സംഘ് പരിവാർ എടുത്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഇത് വരുന്നത് ഭയത്തിൽ നിന്നാണ്. ആ ഭയം ഇവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും CJPയുടെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റിമൂവ് ചെയ്തു. വലിയ പ്രതിഷേധങ്ങളുണ്ടായി, വലിയ രീതിയിൽ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു. അവസാനം ഗതികെട്ട് ഇവർ തന്നെ ഇത് പുനഃസ്ഥാപിക്കേണ്ടി വന്നു. അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഭയം നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിശ്വഗുരുവാണെന്നാണല്ലോ സ്വയമേ വിശേഷിപ്പിക്കുന്നത്, ചാണക്യനാണെന്നാണ് സ്വയമേ വിശേഷിപ്പിക്കുന്നത്. രാമക്ഷേത്രം കൊള്ളയടിച്ച പണം കൊണ്ട് എല്ലാം വിലക്ക് വാങ്ങാമെന്ന് ഇവർ കരുതി. പക്ഷെ തെറ്റി. വിലക്ക് വാങ്ങാൻ കഴിയാത്തതായിട്ട് ഒന്ന് രാജ്യത്തുണ്ട്. അത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാണ്, അല്ലേ? ജുഡീഷ്യറിയെ വിലക്ക് വാങ്ങി, സിസ്റ്റത്തെ വിലക്ക് വാങ്ങി, പ്രധാനമന്ത്രി കസേരയെ വിലക്ക് വാങ്ങി, ഇലക്ഷൻ കമ്മീഷനെ വിലക്ക് വാങ്ങി. അങ്ങനെ എല്ലാം വിലക്ക് വാങ്ങിയ കൂട്ടത്തിൽ ഇവർ കരുതിയത് പണമുണ്ടെങ്കിൽ എന്തും വിലക്ക് വാങ്ങാം. അപ്പോൾ ആ ഫണ്ട്, സോഴ്സ് ഓഫ് ഫണ്ടായിരുന്നു രാമക്ഷേത്രം എന്ന് പറയുന്നത്. രാമനെ പോലും കൊള്ളയടിച്ചിട്ട് തങ്ങളുടെ അധികാര കസേരകൾ നിലനിർത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ തെറ്റിപ്പോയത് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ വന്നങ്ങ് കുമിഞ്ഞു കൂടിയപ്പോൾ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ കാഴ്ച രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി IITയിൽ ബിരുദദാന ചടങ്ങിൽ പറയുന്ന ചില വാക്കുകൾ ഞാൻ കേട്ടു. എന്താണ്? നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനുകൾ അത് സിലബസിൽ നിന്നുള്ളതായിരിക്കും, പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ക്വസ്റ്റ്യനുകൾ അത് ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഒരു ഫിലോസഫി കേട്ടത്. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, നരേന്ദ്രമോദി 12 വർഷമായിട്ട് രാജ്യം ഭരിക്കുക. ആ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി അതങ്ങനെ വിളിച്ചു പറയുന്നത് ഈ രാജ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് രാജ്യത്തിന് വേണ്ടി മുൻകൂട്ടി കണ്ട നെഹ്റുവിൻ്റെ ഒരു സംഭാവനയായിരുന്നു ഈ IIT. നെഹ്റു പാകിയ വിത്ത്, അതിൻ്റെ ഫലം ഇന്ന് നരേന്ദ്രമോദി പറിച്ച് തിന്നുന്നു എന്നുള്ളതാണ്.
ആലോചിക്കണം, കഴിഞ്ഞ 12 വർഷമായിട്ട് എന്ത് മാറ്റമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. മാറ്റമുണ്ടായില്ല എന്ന് മാത്രമല്ല, മാറ്റമുണ്ടായിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്ക്, സംഘ് പരിവാറിന് മാറ്റമുണ്ടായിട്ടുണ്ട്. അവരുടെ ബാങ്ക് ബാലൻസിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. എന്നതിനപ്പുറം ഈ പറയുന്ന രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, രാജ്യത്തെ സാധാരണക്കാർ, അവരുടെ വിദ്യാർത്ഥികൾ, അവരുടെ മക്കൾ, കർഷകർ എന്ന് വേണ്ട എല്ലാവരുടെയും ജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന പല കാഴ്ചകളുണ്ട് ഈ വിദ്യാഭ്യാസ മേഖല സ്കൂളുമായി ബന്ധപ്പെട്ട്. ആ കാഴ്ചകൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ നാളെയുടെ തലമുറയുടെ ഭാവി തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് സംഘ് പരിവാർ ഈ രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.